സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്, അതായത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് റേഡിയോ ആക്ടിവിറ്റി. അതിനകത്ത് ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷന് റേഡിയോ ആക്ടിവിറ്റിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്താ അശ്വിൻ, എന്താ അതിനൊരു ഡെഫിനേഷൻ ആയിട്ട് എന്താ തോന്നുന്നത്? എന്താ റേഡിയോ ആക്ടിവിറ്റി? അതായത് ഒരു ആറ്റത്തിന്റെ കയ്യിലുള്ള ഇലക്ട്രോണിക്കില് ലോസ് ആയി പോകും. എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നും കൂടി പറഞ്ഞേ. ഒരു ആറ്റത്തിന്റെ കയ്യിലുള്ള ഇലക്ട്രോണുകള് ഇങ്ങനെ ലോസ് ആയി പോവുക, അത് സ്റ്റേബിൾ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നില്ല. ഓക്കെ. പക്ഷെ ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോപ്പർ ഡെഫിനിഷനിൽ പറയുകയാണെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആറ്റം, അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ സ്റ്റേബിൾ ആക്കി മാറ്റാം. കുറച്ച് സീരീസ് ഓഫ് സ്റ്റെപ്പിലൂടെ നമ്മൾ അതിനെ സ്റ്റേബിൾ ആയിട്ട് മാറ്റുക. അതിനെയാണ് ആക്ച്വലി റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡീകേ സീരീസ് എന്ന് പറയും. അതായത് പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ഡീകേ സീരീസ് എന്നും അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ പോയിന്റ് എഴുതിക്കോ, ലെക്ചർ നോട്ട് പോലെ എഴുതിക്കോ. അൺസ്റ്റേബിൾ ആറ്റംസ്, റേഡിയോ ആക്ടിവിറ്റിന്ന് ഹെഡിങ് കൊടുത്തിട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതിക്കോ. അൺസ്റ്റേബിൾ ആറ്റംസ് ഗിവ് ഓഫ് എനർജി. അശ്വിൻ മൈക്ക് മ്യൂട്ട് ചെയ്തോ? അല്ല, ചെയ്തു വെച്ചോ, എനിക്ക് ഇടയ്ക്ക് ഇരപ്പ് കേൾക്കുന്നുണ്ട്. എഴുതിയോ? Unstable atoms give off energy or particles from their nucleus to become stable. From their nucleus to become stable. ഇതാണ് അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചു നടന്നത് ഹെൻറി ബെക്കറൽ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. ഇതിനെ പറ്റി പഠിച്ചതും ഈ റേഡിയോ ആക്ടിവിറ്റിനെ പറ്റിയിട്ട് ഡിസ്കവറി ചെയ്തതും എല്ലാം ഈ ഹെൻറി ബെക്കറൽ എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ പുള്ളിക്കാരന്റെ പേരിലാണ് ബെക്കറൽ ഈ ബെക്കറൽ എന്നുള്ള പേരിലാണ് നമ്മൾ അതിന്റെ SI യൂണിറ്റ് ആയിട്ട് BQ എന്ന് എഴുതുന്നത്. കേട്ടിട്ടുണ്ടോ BQ എന്ന് പറഞ്ഞിട്ട്? അതിന്റെ SI യൂണിറ്റ് ആയിട്ടുള്ള ബെക്കറൽ ആ പേരിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചില നാച്ചുറലി ഒക്കറിങ് ഹെവി മെറ്റൽസ് ഉണ്ട്. അതായത് യുറേനിയം, തോറിയം, റെഡോളിനിയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാച്ചുറലി ഒക്കറിങ് ഹെവി മെറ്റൽസ് ഉണ്ട്. അവർ ആക്ച്വലി അൺസ്റ്റേബിൾ ആയിരിക്കും. അവർ ആക്ച്വലി അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അവരെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻവിസിബിൾ റേസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ റേസ് ആണ് ഈ ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറയുന്ന റേസ്. ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറയുന്ന റേസ്. മനസ്സിലായോ? അവരിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്റ്റേബിൾ എലമെന്റ്സ് കിട്ടും. അതായത് ഞാനിപ്പോ സപ്പോസ് യുറേനിയം ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഈ യുറേനിയം എന്ന് പറയുമ്പോൾ ഇത് അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. ഈ അൺസ്റ്റേബിളിനെ ഞാൻ സ്റ്റേബിൾ ആക്കി മാറ്റുമ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടുന്ന എലമെന്റ് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിട്ട് ഉള്ള ലെഡ് എന്ന് പറയുന്ന എലമെന്റ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതിന് ഒരു സീരീസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നുള്ളൂ, എന്താ സംഭവം ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് റേഡിയോ ആക്ടിവിറ്റിക്കകത്ത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇതിനെ നമ്മൾ റേഡിയോ ആക്ടിവിറ്റിനെ നമ്മൾ എന്തെന്നും പറയാം? നമുക്കതിനെ ന്യൂക്ലിയർ ഫിനോമിന എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് കാരണം എന്താ, ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു ആറ്റം ആണെങ്കിൽ ആ ആറ്റത്തിന് ഇതിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്?
പ്രോട്ടോൺസും ഉണ്ട്, നമുക്ക് ന്യൂട്രോൺസും ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസിനകത്ത് ഈ വേരിയേഷൻ വരും. അതായത് ഒന്നെങ്കിൽ പ്രോട്ടോൺസ് കൂടി നിൽക്കും, അല്ലെങ്കിൽ ന്യൂട്രോൺസ് കൂടി നിൽക്കും, അല്ലെ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു നിൽക്കും. അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഈ പ്രോട്ടോൺ ന്യൂട്രോൺസിൽ വേരിയേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ആറ്റം അൺസ്റ്റേബിൾ ആണ് പറയുന്നത്. ഓക്കെ, ഇതിന് ചുറ്റും ഇവിടൊക്കെ എന്തൊക്കെയാണുള്ളത്? ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ? അപ്പൊ ഈ റേഡിയോ ആക്ടിവിറ്റിയിൽ മെയിൻ ആയിട്ട് വരുന്നത് ന്യൂക്ലിയസിനകത്തുള്ള ഈ പ്രോട്ടോൺ ന്യൂട്രോൺ ചേഞ്ചസ് കാരണം ഈ ആറ്റം അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അപ്പൊ അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവര് എന്ത് റേഡിയേഷൻസാ തരുന്നത്? നമുക്ക് ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ് അവര് ഇങ്ങനെ പുറത്തേക്ക് വിടും, ഇങ്ങനെ റേഡിയേഷൻസ് വിടും. അപ്പൊ ഈ ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ് പറയുന്നത് ഒന്നെങ്കിൽ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഒക്കെ പോകുന്ന അവരെ എമിറ്റ് ചെയ്യുന്ന ഇതിനെയാണ് ഈ ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഇതിനകത്ത് പറയുന്നത്. ഈ ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇതിനകത്താണ് പറയുന്നത്. അപ്പൊ എവറി ആറ്റം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ഡിഫറെന്റ് എലിമെന്ററി പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഈ 3 സാധനമാണ് ബേസ്, ഒരു ആറ്റത്തിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സംഭവം. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഉണ്ട്. അവരിൽ വരുന്ന വേരിയേഷൻസ് ആണ് ഈ റേഡിയോ ആക്ടിവിറ്റിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ റേഡിയോ ആക്ടിവിറ്റിനെ ന്യൂക്ലിയർ ഫിനോമിന എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പഠിക്കാൻ ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുക റേഡിയോ ആക്ടിവിറ്റി എന്താണെന്നും. ഈ ഫ്രഞ്ച് കെമിസ്റ്റിന്റെ ഈ പേര് ഓർത്ത് വെക്കുക, ഹെൻറി ബെക്കറൽ. അതിന് ഈ വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു പോയിന്റും നോട്ട് ചെയ്ത് വെച്ചു, അതായത് റേഡിയോ ആക്ടിവിറ്റി ഇത് അണ്ടർലൈൻ ചെയ്തു. റേഡിയോ ആക്ടിവിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സർട്ടൻ എലിമെന്റ്സ് റിഗാർഡ്ലെസ് ഓഫ് ദ ഫിസിക്കൽ ഓർ കെമിക്കൽ സ്റ്റേറ്റ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഇസ് ആൻ അറ്റോമിക് പ്രോപ്പർട്ടി എന്നും കൂടി എഴുതി, അത് നോട്ട് ചെയ്ത് വെച്ചു. അശ്വിൻ മൈക്ക് മ്യൂട്ട് ചെയ്തോ, കാരണം എന്തോ ഇരപ്പ് ഉള്ളതുപോലെ ഉണ്ട്. പിന്നെ വരുന്നത് അതിന്റെ ചാർജിന്റെ കാര്യം. അത് ഇലക്ട്രോൺ നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോൺ എന്ന് പറയുന്നത് പ്ലസ് ചാർജും, ന്യൂട്രോണിന് പ്രത്യേകിച്ച് ചാർജ് ഇല്ല, ന്യൂട്രൽ സീറോ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺസ്. അതിനകത്ത് പോസിട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഉണ്ട്, ന്യൂട്രിനോ, മീസോൺസ്, പൈ മീസോൺസ്, ഫോട്ടോൺസ്, ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ പാർട്ടിക്കിൾസ് ഉണ്ട്. നമുക്ക് ഇതിനെ പറ്റിയിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. നമുക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ നമുക്ക് ബേസ് ആയിട്ട് ആവശ്യമുള്ളത് മാത്രം മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇതിനകത്ത് പറയുന്നത് ഇലക്ട്രോൺസ് വാസ് ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനെ ഇലക്ട്രോൺസിനെ നമുക്ക് അതിന്റെ സിമ്പിൾ, അതായത് -1 എന്ന് പറയാം, അല്ലെങ്കിൽ ബീറ്റ. അതിന്റെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ റുദർഫോർഡിന്റെ കാര്യം, അത് റുദർഫോർഡ് ഡിസ്കവറി, അതായത് പ്രോട്ടോൺസ് ഡിസ്കവർ ചെയ്തത് റുദർഫോർഡ്. എന്തോ കേൾക്കുന്നില്ല, എന്തെങ്കിലും ക്ലിയർ ആയില്ല. ചാർജ് ജസ്റ്റ് ഒന്ന് ഓർത്ത് ഇരുന്നോ, അതങ്ങനെ ചാർജ് എടുത്തപ്പോ ചോദിക്കാൻ അങ്ങനെ ചാൻസ് ഇല്ല. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നുള്ളൂ. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്ത റുദർഫോർഡ്, ന്യൂട്രോൺസ് ഡിസ്കവർ ചെയ്ത ജെയിംസ് ഷാഡ്വിക്സ്. പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിന് അങ്ങനെ അത്രയും ഇതൊന്നും ഇല്ല. പിന്നെ വരുന്നത് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ സൈസ് ഓഫ് ദ size of the nucleus എന്ന് പറയുമ്പോഴത്തേക്കും the nucleus of an atom contains എന്താ protons and neutrons while the electrons are in the outer sphere. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം. അപ്പോൾ the entire mass of the atom in the nucleus as the mass of an atom is negligible when compared to that of the nucleus. അതായത് ഇതിനകത്ത് മാസ്, നമ്മളിപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് it is defined as 1/12 of the atomic mass of carbon 12 atom. ഇതാണ് 1 AMA സ്റ്റാൻഡേർഡ് യൂണിറ്റ്. 1 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് AMA യൂണിറ്റ് ഫുൾ ഫോം. അതെന്ന് പറയുന്നത് എന്താ, കാർബൺ 12 ആറ്റത്തിന്റെ 1/12 ഓഫ് ദ മാസ് ആണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനെ ഗ്രാംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ആണ് 1 AMUനെ നമ്മൾ ഗ്രാംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ആണ് ഈ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റും, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സും ഉണ്ട്, നാച്ചുറലി ഒക്കറിങ് എലമെന്റ്സും. രണ്ട് എലമെന്റ്സും റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ടൈപ്പ് എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതാണ് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി. അതായത് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗ്രാഫ് കണ്ടോ, ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്മൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്മൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും എന്തുകൊണ്ടാണ് എടുക്കുന്നത്? കാരണം റേഡിയോ ആക്ടിവിറ്റിയിൽ ഇവരിൽ ഏതെങ്കിലും ചേഞ്ചസ് വന്നു, ഇവർക്ക് ആർക്കെങ്കിലും ഒരു ചേഞ്ചസ് വരുമ്പോൾ അതാണ് റേഡിയോ ആക്ടിവിറ്റിയിലോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇത് നോക്കിക്കേ, ഇപ്പൊ ഈ ഡോട്ടഡ് ലൈൻസ് കണ്ടോ, ആ ഡോട്ടഡ് ലൈൻസിൽ എന്താ എഴുതിയത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതായത് ഈ N/P റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആ കേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്താ പറ്റുന്നത്? അവിടെ നമുക്ക് ന്യൂട്രോൺസും പ്രോട്ടോൺസും റേഷ്യോ എടുത്താൽ നമുക്ക് അവിടെ 1 ആയിരിക്കും കിട്ടുന്നത്. അതായത് അത് സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പൊ എനിക്കിപ്പോൾ 20 ന്യൂട്രോൺസ് ഉണ്ടെങ്കിൽ ഈ 20നെ ഞാൻ ബേസ് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് എത്ര പ്രോട്ടോൺസ് കിട്ടും? താഴേക്ക് പോകുമ്പോൾ എത്ര എണ്ണം കിട്ടും? 20 കിട്ടും. ഇപ്പൊ 20/20 എത്ര? 1. അപ്പൊ ഇവര് തമ്മിലുള്ള റേഷ്യോ എത്ര കിട്ടി? എനിക്ക് 1 കിട്ടി. ഇപ്പൊ എനിക്ക് എൻ്റെ കയ്യിൽ 40 ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ 30, ഇതിപ്പോ 30 ആണെങ്കിൽ ഇപ്പൊ 30യുടെ വെച്ചെടുക്കുമ്പോൾ എനിക്ക് എത്ര തന്നെ കിട്ടും? 30 പ്രോട്ടോൺസ് കിട്ടും. അപ്പൊ ഇവിടെ ന്യൂട്രോൺ N/P റേഷ്യോ എനിക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? 1 എന്നുള്ളത് കിട്ടും. പക്ഷെങ്കിൽ ഇവിടെ ഇപ്പൊ എനിക്കിപ്പോ സപ്പോസ് ന്യൂട്രോൺസ് ഭയങ്കര കൂടുതലാണ്, അതായത് പ്രോട്ടോൺസും ഇതില് ഞാനിപ്പോ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ന്യൂട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, അപ്പൊ വേരിയേഷൻസ് ഉള്ളതിനാണ് ഈ സ്ലൈറ്റ് ഡീവിയേഷൻ പോലെ കാണിക്കുന്നത്. അതായത് നമ്മുടെ ഈ നോർമൽ N/P റേഷ്യോ 1 എന്നുള്ളതിന് സ്ലൈറ്റ് വേരിയേഷൻ ആണ് ഈ ഒരു കേർവ് കാണിക്കുന്നത്. ഇതിനകത്ത് ഈ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് എന്താ? അവിടെ ഉള്ളതിലെല്ലാം സ്റ്റേബിൾ ന്യൂക്ലിയസ് ആയിരിക്കും. ഈ അൺഷെയ്ഡ്, അതായത് ഈ ഒരു റീജിയനിൽ, ഇവിടുത്തെ ഈ റീജിയനിലും ഒക്കെ എന്താ ഉള്ളത്? എനിക്ക് അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അൺസ്റ്റേബിൾ റീജിയൻ എന്ന് ഇട്ടേക്കുന്നത്. ഈ ആകെ എനിക്കുള്ളത് ഈ ഷെയ്ഡഡ് റീജിയനിൽ മാത്രം, ഈ ഷെയ്ഡ് ചെയ്ത റീജിയനിൽ മാത്രമേ എനിക്ക് എന്തുള്ളൂ? സ്റ്റേബിൾ ന്യൂക്ലിയസ് ഉള്ളൂ. അപ്പൊ ഇതിനെയാണ് a stable nucleus lies within the shaded area which is called the zone of stability. അപ്പൊ ഇതിനെ ഞാൻ എന്ത് പറയും? ഈ ഷെയ്ഡ് ചെയ്ത റീജിയനെ ഞാൻ zone of stability എന്ന് പറയും. A nucleus that lies outside the zone, അതായത് ഇപ്പൊ എന്റെ ന്യൂക്ലിയസ് ഇവിടെയോ ആണ് നിൽക്കുന്നതെങ്കിൽ അതിനെ അൺസ്റ്റേബിൾ എന്നായിരിക്കും പറയാം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അതാണ് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി വരുന്നത്. അപ്പൊ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എഴുതുക. ഇതുപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, അപ്പൊ അത് ഗ്രാഫ്. അശ്വിൻ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ഇല്ല ഒന്നും കൂടി പറഞ്ഞേ. ഗ്രാഫ് മാത്രം വരച്ചാ മതി എന്നാണോ? അല്ല, അതിനെപ്പറ്റി എഴുതാൻ. ഇപ്പൊ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാ റേഡിയോ ആക്ടിവിറ്റി ഇസ് എ ഫിനോമിനൻ വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. റേഡിയോ ആക്ടിവിറ്റിയുടെ റീസൺ എന്താ? ഇൻസ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. ഇത് അണ്ടർലൈൻ ചെയ്യും. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് റേഡിയോ ആക്ടിവിറ്റി വരുന്നത്. ഓക്കെ, എന്നിട്ട്
പിന്നെ the nuclei of light isotopes have approximately equal number for ഓക്കെ ഇതും എഴുതി ഇത് ഈ പോയിന്റ് അപ്പൊ എഴുതിക്കുക the nuclei of light isotopes have approximately equal number of protons neutrons പക്ഷെ heavier nuclear ആണെങ്കിൽ എന്താ number of neutrons is greater than number of protons അതായത് heavy nucleus heavy metal ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് അവർക്ക് ന്യൂട്രോൺസ് കൂടുതലായിരിക്കും പ്രോട്ടോൺസിനെക്കാട്ടും അപ്പോഴാണ് ഈ ഡീവിയേഷൻ വരുന്നത് ഈ ഒരു കർവ് വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് എഴുതുക ഈ ലാസ്റ്റിലത്തെ പോയിന്റും കൂടെ എഴുതുക സ്റ്റേബിൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും അതിനെ നമ്മൾ എന്തെന്ന് പറയാം സോൺ ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് എ ന്യൂക്ലിയസ് ദാറ്റ് ലൈസ് ഔട്ട്സൈഡ് ദ സോൺ വിൽ ബി അൺസ്റ്റേബിൾ The nuclei of light isotope അതായത് ചെറിയ എന്ന് വെച്ചാൽ ഒത്തിരി ഹെവി മെറ്റൽസും ഉണ്ട് ലൈറ്റ് മെറ്റൽസും ഉണ്ടല്ലോ മെറ്റൽസ് അല്ല എലമെന്റ്സ് അപ്പൊ അവരുടെ ഐസോടോപ്സിന് ഓൾമോസ്റ്റ് എന്താ പറയാ പ്രോട്ടോൺസും ന്യൂട്രോൺസിന്റെയും എണ്ണം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡോട്ടഡ് ലൈൻസ് കൊടുത്തിട്ടില്ലേ അവർക്കാണെങ്കിൽ N/P റേഷ്യോ വരുമ്പോ 1 ആയിരിക്കും മനസ്സിലായോ പക്ഷെ ഇപ്പൊ ഹെവി മെറ്റൽ യുറേനിയം തോറിയം എന്നൊക്കെ പറയുന്നത് ഹെവി മെറ്റൽസ് എലമെന്റ്സ് അപ്പൊ അവരുടെ ന്യൂക്ലിയസിന് ഒന്നെങ്കിൽ അവർക്ക് എന്താ ന്യൂട്രോൺസ് കൂടുതലായിരിക്കും പ്രോട്ടോൺസിനെക്കാട്ടിലും അപ്പൊ അവിടെ ന്യൂട്രോൺ പ്രോട്ടോൺസ് ഈക്വൽ അല്ല അവിടെ വേരിയേഷൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇത് വരുന്നത് സോൺ ഓഫ് സ്റ്റെബിലിറ്റിയും വരുന്നത് അവർ അൺസ്റ്റേബിൾ ആയിട്ട് വരുന്നത് പിന്നെ അതാണ് ഇതിനകത്ത് അതാ പറയുന്നത് elements whose N/P ratios are either greater than അല്ലെങ്കിൽ less than 1 എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും അപ്പൊ ആ കേസിലാണ് അവർ ഈ ആൽഫ ബീറ്റ റേസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഗിവ് ഓഫ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് തരുന്നത് അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് Okay, the stability of nucleus also depends upon its N/P ratio. അതും കൂടെ എഴുതിക്കും where n is the number of neutrons p എന്ന് പറയുന്നത് protons അത് പിന്നെ അറിയാലോ പിന്നെ വരുന്നത് ചില ന്യൂക്ലിയൈഡ്സിന് ദേ ഹാവ് ഹൈ ബൈൻഡിങ് എനർജി ആയിരിക്കും ഉള്ളത് അപ്പൊ അവർക്ക് ഭയങ്കര സ്റ്റെബിലിറ്റി ആയിരിക്കും വരുന്നത് ഹൈ ബൈൻഡിങ് എനർജി ഉള്ള ന്യൂക്ലിയൈഡ്സിന് സ്റ്റെബിലിറ്റി ഉണ്ട് അപ്പോൾ ദിസ് സ്റ്റെബിലിറ്റി ഓഫ് an atomic nucleus that comes for certain number of protons and neutrons magic numbers എന്ന് പറയുന്നത് അതായത് ഇതാണ് മാജിക് നമ്പേഴ്സ് 2 8 20 28 50 ഇതിനെയാണ് മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ ഇതെന്ന് പറയുമ്പോൾ ഇവരുടെ ന്യൂക്ലിയൈ അവർക്കുള്ള ന്യൂട്രോൺസും പ്രോട്ടോൺസും പറയുന്നത് മോർ സ്റ്റേബിൾ ആയിരിക്കും അതായത് ഇപ്പൊ ഹീലിയത്തിന്റെ എടുക്കുകയാണെങ്കിൽ 2ഉം 4ഉം മാസ് നമ്പറും അറ്റോമിക് നമ്പറും ഇപ്പൊ ഓക്സിജന്റെ എടുക്കുകയാണെങ്കിൽ 8 60 സിലിക്കൺ കാൽഷ്യം ഈ 4 എലമെന്റ്സിന്റെ കാര്യമാണ് ഈ പറയുന്നത് അതായത് ഇതിനകത്ത് ഇപ്പൊ കാൽഷ്യം എടുക്കുകയാണെങ്കിൽ 20 40 അപ്പൊ കാൽഷ്യത്തിനകത്ത് എടുക്കുകയാണെങ്കിൽ എന്താ 20 പ്രോട്ടോൺസും 20 ന്യൂട്രോൺസും ആയിരിക്കും വരുന്നത് അല്ലേ അപ്പൊ അതെന്ന് പറയുന്നത് എന്താ സ്റ്റേബിൾ ആയിരിക്കും കാരണം അവിടുത്തെ N/P റേഷ്യോ എന്താ 1 അപ്പൊ അങ്ങനെ വരുന്നതിന് നമ്മൾ എന്താന്ന് പറഞ്ഞത് സ്റ്റെബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ ഇപ്പൊ N/P റേഷ്യോ ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താ അത് അൺസ്റ്റേബിൾ ആയിരിക്കും മനസ്സിലായോ പക്ഷെ അതേസമയം എന്തോ അതെ ഇപ്പൊ സ്കാൻഡിയത്തിന്റെ കേസ് നോക്കിയേ സ്കാൻഡി ആണെങ്കിൽ അതിനകത്ത് അവർക്കുള്ളത് 21 പ്രോട്ടോൺസും 24 ന്യൂട്രോൺസും രണ്ട് ഡിഫറൻസ് ഇതല്ലേ നിൽക്കുന്നത് ഇതിനകത്ത് എന്താ ന്യൂട്രോൺസ് കൂടുതലാ പ്രോട്ടോൺസിനെക്കാട്ടും അപ്പൊ അവർ അൺസ്റ്റേബിൾ ആയിരിക്കും അപ്പൊ നോക്കുകയാണെങ്കിൽ കാൽഷ്യത്തിന് നോക്കുകയാണെങ്കിൽ എന്താ രണ്ടും ഈക്വൽ ആണ് രണ്ടിന്റെ റേഷ്യോ 1 ആണ് അപ്പൊ രണ്ടും സെയിം ആണ് ഐ മീൻ രണ്ടും സ്റ്റേബിൾ ആണ് അല്ല സ്കാൻഡിയത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഈ 21 പ്രോട്ടോൺസും 24 ന്യൂട്രോൺസും ഉണ്ട്
അവരെക്കാട്ടിലും സ്റ്റേബിൾ ആണ് കാൽഷ്യം. നമ്മളിവിടെ കമ്പാരിസൺ നടത്തിയതേ ഉള്ളൂ. കാൽഷ്യത്തിനെക്കാട്ടിലും സ്കാൻഡിയത്തിനെക്കാട്ടിലും സ്റ്റേബിൾ കാൽഷ്യം ആണ്. കാരണം 20-40 അല്ലേ. ഉം. ആ 20 എന്ന് പറയുന്നത് ഏ? ആ 20 എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ആ അതെ, 40 എന്ന് പറയുന്നത് അത് മാസ് നമ്പർ. ആ അല്ല സോറി, എ എന്ന് പറയുന്നതാണ് മാസ് നമ്പർ. മേളിലാണ് താഴെ. സെക്കൻഡ് ടൈം കൺഫ്യൂഷൻ. ഓക്കെ. അശ്വിൻ എന്തായിരുന്നു ചോദിച്ചത്? അതായത് ആ കാൽക്കുലേറ്ററിൽ 20 ആ 40 മാസ് നമ്പർ ഉണ്ട്. ആ ഇത് മാസ് നമ്പർ ആയിരുന്നു. അപ്പൊ 20 പ്രോട്ടോണും 20 ന്യൂട്രോണും ഉണ്ടെന്നില്ല അർത്ഥം. ഈ 40യുടെ ഇതിലാണോ ചോദിച്ചേ? 40യുടെ അല്ല, ആ 20യുടെ അവിടെ കാൽഷ്യം 20 ഇതിലെടുത്തേക്കുന്നത്. കാൽഷ്യം 20 ഇതെന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ വരും. അതായത് ഇതിന്റെ എന്താ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് പറയുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അതായത് ഇപ്പൊ അല്ല, പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം സെയിം. എനിക്ക് മനസ്സിലായില്ല അശ്വിൻ എന്താ ചോദിക്കുന്നത്. നോക്കി, ഇതിപ്പോ ഒരു എലമെന്റാ. അപ്പൊ ഒരു എലമെന്റിന് നമ്മൾ ഇങ്ങനെയാണ് അതിനെ മാർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഞാൻ എടുക്കാം, അതിപ്പോ കാൽഷ്യം 40യും 20 എന്നല്ല ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ഈ 40 എന്ന് പറയുന്നത് മാസ് നമ്പർ. കാൽഷ്യത്തിന്റെ ഒരു സെക്കൻഡ്, കാൽഷ്യത്തിന്റെ മാസ് നമ്പർ ഞാൻ എം എന്ന് ഇടുവാണേ. ഈ 20 എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ. അതായത് ഈ മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എഴുതാം. മാസ് നമ്പർ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരും? പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടി വരുന്നതാണ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ, അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് Z എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അവർക്ക് എന്തുണ്ട്? അവർക്ക് പ്രോട്ടോൺസ് മാത്രമേ ഉള്ളൂ. പ്രോട്ടോണും ഇലക്ട്രോണിന്റെ എണ്ണം സെയിം. മനസ്സിലായില്ല എനിക്ക്. അശ്വിൻ എന്താ ചോദിക്കുന്നേന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതായത് Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ അല്ലേ? ആ അതെ, അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ്. ഇപ്പൊ കാർബന്റെ ആണെങ്കിൽ എന്താ? അതിനകത്ത് 6 പ്രോട്ടോൺസ് ഉണ്ട്. ഇലക്ട്രോൺസും ഉണ്ടോന്നാണോ ചോദിക്കുന്നത്? അല്ല, ഇതിനകത്ത് പ്രോട്ടോൺസിന്റെ കാര്യം പറയുന്നത്.
മനസ്സിലായോ? ജനറലി ചോദിച്ചത് സാധാരണ ജനറലി നോക്കുമ്പോൾ അതിനകത്തോട്ട് 6 പ്രോട്ടോണും കാണും 6 ഇലക്ട്രോണും കാണത്തില്ല. ആ എന്നുവെച്ചാ ഈ ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ഇതാണോ ചോദിച്ചത്? മീൻസ് രണ്ടിന്റെയും ഇതാണോ ചോദിച്ചത്? അങ്ങനെ നോക്കുമ്പോ ഉണ്ട്. പക്ഷെ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആക്ച്വലി നമ്മൾ പറയുന്നത് പ്രോട്ടോൺസിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ കാർബണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കാർബണിനകത്ത് 6 പ്രോട്ടോൺസ് ഉണ്ട്, 6 പ്രോട്ടോൺസും ഉണ്ട്, ഇലക്ട്രോൺസും 6 തന്നെ ഉള്ളത്. ഓക്കെ. അത് ഞാൻ ചോദിച്ച അറ്റോമിക് നമ്പറിനകത്ത് ഇത് വരുമോന്നാ ഞാൻ, അതല്ല അറ്റോമിക് നമ്പറിനകത്ത് വരുന്നത് പ്രോട്ടോൺസ്, മാസിനകത്ത് വരുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടെ ഉള്ളത്. മനസ്സിലായോ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും the mass of a particular atom is always slightly less than the sum of the masses of individual neutrons, protons and electrons in the atom. But the difference between the mass of the atom and the sum of the masses of its parts is called as mass defect. അതാണ് ഡെഫിനിഷൻ. മാസ് ഡിഫക്റ്റിന്റെ ഡെഫിനേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് നമ്മളിപ്പോ ഒരു ആറ്റത്തിന്റെ ഒരു പെർട്ടിക്കുലർ നമ്മളൊരു ആറ്റം എടുക്കുക, അതിന്റെ മാസും നമ്മളല്ലാതെ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതിനകത്ത് രണ്ടിനും വേരിയേഷൻ വരും, ചെറിയ ഒരു വ്യത്യാസം വരും. അതെ, മാസ് ഓഫ് ഒരു പെർട്ടിക്കുലർ ആറ്റം അത് എപ്പോഴും എന്നുവെച്ചാൽ അത് കുറച്ചും കൂടെ ലെസ് ആയിരിക്കും. ഇറ്റ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇപ്പൊ ഞാൻ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഇലക്ട്രോൺസും കൂടി ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ആറ്റം എന്ന് പറയുമ്പോൾ ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഒരു ആറ്റം അല്ലേ എന്ന് പറയുമ്പോൾ അതിന്റെ മൊത്തത്തിൽ മാസ് എന്ന് പറയുന്നത് അല്ലേ. ഇതിന്റെ എല്ലാം കൂടി വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരു ആറ്റത്തിന്റെ മാസ്. അപ്പൊ അതും ഇപ്പൊ അതിന് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എനിക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറും അല്ലാതെ നമ്മളിപ്പോ ഒരു മൊത്തത്തിലായിട്ട് ഒരു ആറ്റത്തിന്റെ വെയിറ്റ് എടുക്കുമ്പോഴും അതിന് അവിടെ ഒരു ചെറിയൊരു വേരിയേഷൻ വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഡിഫറൻസ്, ആ ഒരു മാസ് ഓഫ് ദി ആറ്റവും സം ഓഫ് ദ മാസസ് ഓഫ് ഇറ്റ്സ് പാർട്സിന് കൂടി ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് വരും. ആ ഡിഫറൻസിനെയാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഡെൽറ്റ എം എന്നായിരിക്കും അതിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ അമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഇൻ ദ പ്രോസസ്. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോണേ. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ. അത് തന്നെ. പിന്നെ mass defect is the amount of mass which would be converted into energy if a particular atom were to be formed from the required number of protons. അതായത് മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എമ്മിന്റെ നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. ഇതും ജസ്റ്റ് ഒന്ന് പഠിച്ചിരുന്നു. അതിനകത്ത് ഇക്വേഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ മാസ് ഡിഫക്റ്റിന്റെ ഡെഫിനേഷനും എന്താണെന്നുള്ളത്, ഡെഫിനേഷനും വിത്ത് ഈ ഇക്വേഷൻ കൂടി എഴുതണം കേട്ടോ. എന്താ വലിയ ഇക്വേഷൻ? ഇത് എഴുതി കഴിയുമ്പോൾ തന്നെ ഇത് ഈ സംഭവം ഉണ്ട്. അത് ഈച്ച് ടേം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇത്. ഈ എം എന്ന് പറയുന്നത് എന്താ, ആക്ച്വൽ ഐസോട്ടോപ്പ് മാസ്. ഇസഡ് എന്ന് പറയുന്നത് എന്താ എന്നുള്ളത്. ഇതിപ്പോ ഞാൻ ഇത് ഇത്രയും നമ്പർ ഇങ്ങനെ കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. ഇത് എന്താ, ഈ നമ്പർ ഇപ്പൊ 0.0054 വരെ പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 0.086 വരെ പഠിച്ചാലും മതി. ഇതോ ഈ നമ്പർ ഓർത്തിരുന്ന് ഇതിനകത്ത് എഴുതണമെന്ന് നിർബന്ധമില്ല. സംഭവം എന്താണെന്ന് എഴുതിയാൽ മതി. പേ എന്ന് പറയുന്ന മാസ് നമ്പർ, എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ന്യൂട്രോൺ ആണ്, എം ഇ എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. അതിന്റെ വാല്യൂ എഴുതണമെന്ന് ഇല്ല. പിന്നെ ഉള്ളത് പാക്കിംഗ് ഫ്രാക്ഷൻ. പാക്കിംഗ് ഫ്രാക്ഷന്റെ ഇക്വേഷൻ ആണിത്.
ഇത് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്നുള്ളത്. അതെ. ഓക്കെ, ഇതാണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്താണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. അതായത് അറ്റോമിക് വെയിറ്റ് ഓഫ് ദ ഐസോട്ടോപ്പ് മൈനസ് മാസ് നമ്പർ ബൈ മാസ് നമ്പർ ഇൻറ്റു 10⁴. എന്തോ? അതെ. പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കാം. ഐസോടോപ്പ് എന്ന് വെച്ചാൽ എന്താ? ഡിഫറെന്റ് മാസ് നമ്പേഴ്സ് വരും, പക്ഷെ സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും വരുന്നത്. അതിനെയാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. അതിനകത്തിപ്പോ ഇതിങ്ങനെ എഴുതിക്കും. അതായത് the mass of a proton or a neutron is not a whole number. ഇതൊരു സയൻസിന്റെ പേര്. Aston showed that the actual isotope mass of an atom can be measured using mass spectrographs and showed a difference from the whole number. അപ്പൊ ആ ഒരു വേരിയേഷൻ it can be expressed in terms of packing fraction. അതാണ് അതിന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. എന്നിട്ട് എഴുതുക ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ്, ഡെഫിനേഷൻ നോക്കിക്കേ, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാസ് ഡിഫെക്ട് പെർ എലിമെന്ററി പാർട്ടിക്കിൾ ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇസ് ഗിവൺ ബൈ ദ റേഷ്യോ ഓഫ് ദ മാസ് ഡിഫെക്ട് ദ കറസ്പോണ്ടിങ് മാസ് നമ്പർ. ഇതാണ് അതിന്റെ ഡെഫിനേഷൻ എഴുതിയിട്ട് അതിന്റെ ഇക്വേഷൻ. ഓക്കെ. പിന്നെ അതായത് ഈ ഫാക്ടേഴ്സ് നമുക്ക് ഒരു ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി അറിയണമെങ്കിൽ N/B റേഷ്യോ മാത്രമല്ല, നമുക്ക് ഇതിന്റെ പാക്കിംഗ് ഫ്രാക്ഷന്റെയും കൂടി വാല്യൂ നോക്കിയിട്ട് പറയാം. അതായത് ഇപ്പോൾ ഇതാണ് പറയുന്നത് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ന്യൂക്ലിയസ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഇൻ ടേംസ് ഓഫ് പാക്കിംഗ് ഫ്രാക്ഷൻ ഓൾസോ. ഇപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല അങ്ങനെ ചോദിക്കുമോ. ഇപ്പൊ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ പറയാം, N/B റേഷ്യോ, പിന്നെ പാക്കിംഗ് ഫ്രാക്ഷൻ. ഈ രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പൊ സപ്പോസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഓർത്തിരിക്കാം. അപ്പോൾ പാക്കിംഗ് ഫ്രാക്ഷൻ വുഡ് ഹാവ് എ നെഗറ്റീവ് വാല്യൂ ഫോർ സ്റ്റേബിൾ ന്യൂക്ലിയർ. അപ്പോൾ ഒരു സ്റ്റേബിൾ ന്യൂക്ലിയസ് ആണെങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ വാല്യൂ എന്താ? നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അതായത് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിലോ അൺസ്റ്റേബിൾ ആയിരിക്കും. അത് അണ്ടർലൈൻ ചെയ്യണം. അതിന്റെ ഗ്രാഫാണ് ആക്ച്വലി കാണിച്ചത്, ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ റേഡിയോ ആക്ടിവിറ്റി, അതിനകത്തെ ഡീകെ, അതിന്റെ മോഡ്സ് ഓഫ് ഡീകെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ എന്തോ ഇവിടെ തൊട്ട് ഇമ്പോർട്ടൻ്റ്, മറ്റേതും അവർ ഇക്വേഷൻസും ചോദിക്കാം, ഡെഫിനിഷൻസ് ചോദിക്കാം, അങ്ങനെ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു റേഡിയോ ആക്ടിവിറ്റി എങ്ങനെയാ വരുന്നത്, എന്ത് കാരണം കൊണ്ടാ വരുന്നത്? അല്ല, ന്യൂക്ലിയസിന് ഡീകെ സംഭവിക്കുന്നല്ല, ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട്. അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആയതുകൊണ്ടാണ് നമുക്ക് റേഡിയോ ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഡെഫിനേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. The phenomenon of emission of active radiations by radioactive substances. അതായത് ഇതെല്ലാം റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, അവർക്കെല്ലാം അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡീകെ ആ ഒരു സീരീസ് നമുക്ക് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവര് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് ഇവര് റിലീസ് ചെയ്യുന്ന റേഡിയേഷൻ ആണ് ആൽഫ പാർട്ടിക്കിൾസ്, ബീറ്റ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗാമ റേസ് എന്നൊക്കെ പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റി വാസ് ഫസ്റ്റ് ഡിറ്റക്റ്റഡ് ബൈ ഹെൻറി ബെക്യുറൽ. ഇത് അണ്ടർലൈൻ ചെയ്തു. SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? ബെക്യുറൽ. സ്പെല്ലിങ് ഇത് ചെയ്യണം കേട്ടോ, മാറിപ്പോവല്ലേ. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം.
which is defined as 1 disintegration per second. അതിൻ്റെയും ഡെഫിനിഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആ. SI യൂണിറ്റ് ഓഫ് റേഡിയോആക്ടിവിറ്റി എന്ന് പറയുന്ന ബെക്യുറൽ ആണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ഡിഫൈൻഡ് ആസ് 1 disintegration per second. 1 disintegration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കിൾസിനെ വിടുകയാണ്. ഓരോ എന്താ ഡിസിൻറ്റഗ്രേഷനിലോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയാത്ത സംഭവം. ഓക്കെ, ഇതും ജസ്റ്റ് യൂണിറ്റ് ഒന്ന് ഓർത്തിരുന്നു. 1 ക്യൂരി എന്ന് പറയുന്നത് 3.7 × 10⁻10 ബെക്യുറൽ ആണെന്നുള്ളത്. അത് പഴയ യൂണിറ്റ് ആണ് ക്യൂരി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു just conversion പറഞ്ഞല്ലോ. പിന്നെ another unit used is Rutherford and is defined as that amount of radioactive substance which undergoes 10⁻6 disintegrations per second. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. റുദർഫോർഡിന്റെ യൂണിറ്റിൽ പറയുമ്പോൾ 10⁻6 disintegrations per second. ഇത് ക്യൂരി ടു ബെക്യുറൽ എന്നുള്ള യൂണിറ്റ് കൺവേർഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ? ബെക്യുറൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ റേഡിയോ ആക്ടിവിറ്റി SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മോഡ്സ് ഓഫ് ഡീകേ എന്ന് പറയുന്നത്. അപ്പോ ആരാ ഇത് കണ്ടുപിടിച്ചത്? ഏർണസ്റ്റ് റുദർഫോർഡ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എത്ര ടൈപ്സ് ഉണ്ട്? 3 ടൈപ്സ് ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസ് ആണ് വരുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഞാൻ ഡീകേയുടെ സംഭവം പറയുന്നിട്ട് ഇതിനകത്തോട്ട് ഇതാണ് ഡിസിൻറ്റഗ്രേഷൻ സീരീസ് എന്ന് പറയുന്നത്. അതായത് the emission of alpha അല്ലെങ്കിൽ beta particle from a radioactive element result in the formation of a new element which is known as daughter. Disintegration സീരീസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഇത് ഇവിടെ വരെ നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ നമ്മൾക്കറിയാം യുറേനിയം സീരീസ് ഞാൻ എടുക്കുക. ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന യുറേനിയം സീരീസ്. ഈ യുറേനിയം സീരീസിനകത്ത് ഒരു സെക്കൻഡ്, ഞാൻ ജനറൽ ഐഡിയ പറയാം എന്താ സംഭവം എന്നുള്ള. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ഒരു എലമെന്റ് എക്സ്, അതിന്റെ അറ്റോമിക് അല്ല അതിന്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും, ഞാൻ ഇതിനെ ഇവിടെ ആൽഫ പാർട്ടിക്കിൾ കൊണ്ടിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഞാൻ ആൽഫ പാർട്ടിക്കിളിനെ പാസ് ചെയ്യുക. ഇത് ഈ ഒരു യുറേനിയം സീരീസിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ഞാൻ എടുക്കുക. ഒന്നെങ്കിൽ ഇത് യുറേനിയം ആകാം, തോറിയം, അങ്ങനെ എന്തെങ്കിലും ആകാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഈ എലമെന്റിനെ ഈ എലമെന്റിനെ ആൽഫ പാർട്ടിക്കിൾ വെച്ച് ബോംബാർഡ് ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് ചേഞ്ചാ വരുന്നത്? എനിക്ക് ഈ എക്സ് എന്നുള്ള എലമെന്റ് എനിക്ക് വൈ ആയിട്ട് മാറും. ആൽഫ പാർട്ടിക്കിൾ വെച്ച് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ പറ്റുന്നത്? അവിടെ എൻ്റെ മാസ് നമ്പർ gets reduced by 4. Atomic number reduces by 2. ഇതാണ് നടക്കുന്നത്. എന്ത്? ഞാൻ ആൽഫ പാർട്ടിക്കിൾ എമിഷൻ ആണ് ചെയ്യുന്നത് എങ്കിൽ, അപ്പൊ ഞാൻ ഇവിടെ ഈ സ്റ്റെപ്പ് കാണിച്ചിട്ട് ഞാൻ യുറേനിയം സീരീസ് എടുക്കുക. യുറേനിയത്തിന്റെ മാസ് 238. ഈ നമ്പേഴ്സ് എല്ലാം ഇത് മൊത്തത്തിൽ ഓർത്തിരിക്കുക. ഈ യുറേനിയം സീരീസ് എന്ന് പറയുന്നതാണ് ഈ മൊത്തം വേണം. ഇതിനകത്ത് ഇത് എങ്ങനെയാണ് എഴുതിക്കുന്നത് അതുപോലെ വേണം. ഓക്കെ, അപ്പൊ യുറേനിയം സീരീസിനകത്ത് എൻ്റെ യുറേനിയം 238 92 ഇത് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ഞാൻ ആൽഫ പാർട്ടിക്കിൾ ഇത് എമിഷൻ നടത്തി.
ഇത് എനിക്ക് യുറേനിയം എനിക്ക് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് ഓരോ ഡിസിൻറ്റിഗ്രേഷൻ നടക്കുക. അതായത് ഡിസിൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്നത് ഈ ആൽഫ പാർട്ടിക്കിൾ അതായത് എൻ്റെ ഈ യുറേനിയം സീരീസിനകത്തുനിന്ന് ഒന്നെങ്കിൽ ഞാൻ ആൽഫ പാർട്ടിക്കിളോ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളോ ഞാൻ എലിമിനേറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പുതിയ എലിമെന്റ് കിട്ടും. അതിനെ ഞാൻ എന്തെന്ന് പറയാ, ഡോട്ടർ എലിമെന്റ് എന്ന് പറയും. ഇപ്പൊ ഈ ഡോട്ടർ എലിമെന്റും റേഡിയോ ആക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ റേഡിയോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, അത് പിന്നെയും അൺസ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് പിന്നെയും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അതായത് പിന്നെയും ഒന്നെങ്കിൽ ആൽഫ അല്ലെങ്കിൽ ബീറ്റ എലിമെന്റ് പിന്നെയും പുറത്തേക്ക് ഇങ്ങനെ എമിറ്റ് ചെയ്യും. അപ്പൊ ഒരു പുതിയ എലിമെന്റ് തരും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിസിൻറ്റഗ്രേഷൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ അൺടിൽ ഒരു സ്റ്റേബിൾ എൻഡ് പ്രൊഡക്റ്റ് കിട്ടുന്നത് വരെ. ഇപ്പൊ യുറേനിയം 23892 അൺസ്റ്റേബിൾ ആണ്. അത് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു, എനിക്ക് തോറിയം 23490 കിട്ടി. അപ്പൊ ഇത് ഡോട്ടർ എലിമെന്റ് ആണ്. അപ്പൊ ഇതും അൺസ്റ്റേബിൾ ആണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, ഈ തോറിയത്തിനകത്തുനിന്ന് ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് എനിക്ക് PA23491. ഇത് റേഡിയോ ആക്റ്റീവ്, അതല്ലേ എന്റെ സീരീസ് കൊടുത്തേക്കല്ലേ. മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ ഇവിടെ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ മാസ് നമ്പറിന് എന്ത് ചേഞ്ച് വരും, 4 ഡിജിറ്റ് കുറയും. അതാണ് ഇവിടെ 238 ആൽഫ പാർട്ടിക്കിൾ ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് 234 കിട്ടി. അപ്പൊ നമ്പേഴ്സ് കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് സ്റ്റാർട്ടിങ് എലമെന്റ് പഠിക്കുക, സ്റ്റാർട്ടിങ്ങും എൻഡും പഠിക്കുക. എന്നിട്ട് ആൽഫ പാർട്ടിക്കിൾ ആകുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്, 238 4 കുറയ്ക്കുമ്പോൾ 234 കിട്ടും. ഈ അറ്റോമിക് നമ്പറിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 90 കിട്ടി. അപ്പൊ എനിക്ക് കിട്ടിയ തോറിയമാണ്. പക്ഷെ എലമെന്റ്സ് പഠിക്കണം, UTH, അതായത് യുറേനിയം, തോറിയം, അങ്ങനെ ഇത് പഠിക്കണം കേട്ടോ. നമ്പേഴ്സ് ഏതാണോ എമിഷൻ, ആൽഫ ആണോ ബീറ്റ അനുസരിച്ച് കൂടെ കുറയ്ക്കുകയും ചെയ്യാം. PA അത് എലിമെന്റിന്റെ പേര് എനിക്ക് അറിയത്തില്ല. അതോ അതാ ഓരോ എലിമെന്റിന്റെയും പേരാടാ. ഹലോ, അല്ല ഒന്നും മിണ്ടാതിരുന്നപ്പോ ഞാൻ. PA എന്ന് പറയുന്നത് പ്രൊട്ടാക്ടീനിയം എന്ന് പറയും. ഓക്കെ, അപ്പോ ഇതിനകത്ത് അപ്പൊ ആദ്യത്തെ ആൽഫ, രണ്ടാമത്തെ ബീറ്റ എമിഷൻ. ഇത് എഴുതുന്നുണ്ടോ? ഇത് എഴുതിയോ? ഇതുണ്ട് ഈ സാധനം. ഇത് ജനറൽ ഫോർമുല. ഇത് ആൽഫ എമിഷൻ ആണെങ്കിൽ ഇപ്പോ അത് ബീറ്റ എലിമിനേഷൻ ആണെന്ന് വെക്കുക. ഓക്കെ, ഇപ്പോ ബീറ്റ എലിമിനേഷൻ ആണെങ്കിൽ എന്ത് ചേഞ്ചാ വരിക? എനിക്ക് മാസ് നമ്പറിന് ചേഞ്ച് വരത്തില്ല, പക്ഷെ എൻ്റെ അറ്റോമിക് നമ്പർ +1 വരും. ഓക്കെ, അത് കണ്ടോ, ഇവിടെ കണ്ടോ, 234 ആണ്. ബീറ്റ എമിഷൻ നടത്തി 234 തന്നെ, സെയിം ഇതിന് ചേഞ്ച് ഇല്ല. 90 എന്തായി, 91 ആയി ബീറ്റ എമിഷൻ ചെയ്തപ്പോൾ. പിന്നെയും ഇത് റേഡിയോ ആക്റ്റീവ്, അൺസ്റ്റേബിൾ. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ബീറ്റ എമിഷൻ ചെയ്തു. ബീറ്റ എമിഷൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, പിന്നെയും യുറേനിയം 23492. ക്ലിയർ ആയില്ല ആക്ച്വലി.
അതായത് നേരത്തെ പറഞ്ഞ യുറേനിയത്തിൽ 238 അല്ലേ? ആ ഇപ്പൊ യുറേനിയം 234 അല്ലേ വന്നിട്ടുള്ളത്? അത് ഐസോടോപ്സ് ഉണ്ട്. 238 യുറേനിയം. അതിന്റെ ഓരോ ഐസോടോപ്സ് ആണ് 234, 235 എന്ന് പറയുന്നത്. അതിന്റെ ഓരോ ഐസോടോപ്സ് ആയിട്ടാണ് വരുന്നത്. ജനറൽ മാസ് നമ്പർ എന്ന് പറയുന്നത് 238. ബാക്കി വരുന്നത് അതിന്റെ ഐസോടോപ്സ് വരും. പിന്നെ അപ്പൊ അതാണ് ബീറ്റയ്ക്കകത്ത് വരുന്നത്. ബീറ്റയ്ക്കകത്ത് വരുമ്പോൾ ഈ മാസ്, അതായത് ഈ മാസ് നമ്പറിന് ചേഞ്ച് ഇല്ല. അറ്റോമിക് നമ്പർ പ്ലസ് 1 കൂടും. പക്ഷെ ആൽഫ എമിഷൻ ആണെങ്കിൽ എന്തായിരുന്നു? അപ്പൊ ആദ്യത്തെ ആൽഫ എമിഷൻ, രണ്ടാമത്തെ ബീറ്റ എമിഷൻ, മൂന്നാമത്തെയും ബീറ്റ എമിഷൻ. അപ്പൊ നമുക്ക് യുറേനിയം 23492. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് അൺസ്റ്റേബിൾ ആണ്. അടുത്തത് നമ്മള് പിന്നെയും ആൽഫ എമിഷൻ പോയി. അപ്പൊ അടുത്ത തോറിയമായി, എലമെന്റ് തോറിയമായി. യുറേനിയത്തിൽ നിന്ന് തോറിയമായി 23090. അതായത് 4 കുറച്ചു 230 ആയി. ഇവിടുന്ന് 2 കുറച്ചു 90 ആയി. അതെ. അത് ഇങ്ങനെയൊന്നും എനിക്കറിയാം, ഓർത്തിരിക്കാൻ ഞാൻ ഇങ്ങനെ കുറെ മെത്തേഡ് നോക്കി. പക്ഷെ അങ്ങനെ എളുപ്പമായിട്ടൊന്നും ഇല്ലടാ. ഇത് ഇങ്ങനെ ഒന്നെങ്കിൽ UTHPAUTHRA അങ്ങനെ പറഞ്ഞിട്ട് വല്ലതും പഠിക്കുക. ലൈക്ക് ഫുൾ പേര് പഠിക്കുന്നതിന് പകരം അവരുടെ സിമ്പിൾസ് ഇല്ലേ, ഈ എലമെന്റ്സിന്റെ സിമ്പിൾ വെച്ചൊന്ന് പറഞ്ഞു പഠിച്ച് ചിലപ്പോൾ നോക്കുക. പിന്നെ ആദ്യത്തേത് ആൽഫ എമിഷൻ, രണ്ടാമത്തേത് ബീറ്റ എമിഷൻ, മൂന്നാമത്തേതും ബീറ്റ എമിഷൻ, പിന്നെ വരുന്നത് ആൽഫ എമിഷൻ. പിന്നെ എനിക്ക് 4 ആൽഫ എമിഷൻ ആണ് വരുന്നത്. 1, 2, 3, 4 വരുന്നത് ആൽഫ എമിഷൻ അല്ലേ? അല്ല, 5 ആൽഫ എമിഷൻ വരും. നാല്. പിന്നെ വരുന്നത് പിന്നെയും ബീറ്റ, പിന്നെയും വരുന്നത് പിന്നെന്താ, പിന്നെയും വരുന്നത് ആൽഫ, ബീറ്റ, പിന്നെ ലാസ്റ്റ് വരുന്നത് ആൽഫ. അതായത് മൊത്തത്തിൽ 1, 2, 3, 5, 6, 7, 8, 9, 10, 11, 14. മൊത്തത്തിൽ എനിക്ക് ഒരു മിനിറ്റ്. മൊത്തത്തില് 14 സ്റ്റെപ്പ് ഉണ്ട്. അത് എഴുതി വെച്ചു, ഇങ്ങനെ ഓർത്തിരുന്നു. യുറേനിയത്തിനകത്ത് മൊത്തത്തിൽ 14 സ്റ്റെപ്പ്. അപ്പൊ ഇതിങ്ങനെ ബ്രേക്ക് ചെയ്ത് നോക്കാം നമുക്ക്, എളുപ്പം പറ്റും. അതായത് ആദ്യത്തെ ആൽഫ ബീറ്റ, ഓക്കെ. പിന്നെ ഇടയ്ക്ക് 4 ഒരു ആൽഫ. പിന്നെ സെയിം സീരീസിന് റിപ്പീറ്റ് ചെയ്യുക. ആൽഫ ബീറ്റ, ആൽഫ ബീറ്റ, ലാസ്റ്റ് ആൽഫ. ഇത് ഓർക്കാൻ പറ്റുന്നുണ്ടോ? അത് ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇത് ചെയ്യുക. അതായത് ഇപ്പൊ ലെഡ് 210 നോക്ക്. ലെഡ് 210 ചെയ്ത് കഴിഞ്ഞാൽ അത് ബീറ്റ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വരുന്നത് ആൽഫ എമിഷൻ നടക്കുന്നുണ്ട്, ബീറ്റ എമിഷൻ, 2 എമിഷൻ നടക്കുന്നുണ്ട് അവിടെ. ഇത് ഇവരിങ്ങനെ ക്ലബ് ചെയ്ത് വെച്ചതായിരിക്കും. ബിസ്മത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊളോണിയോ, പിന്നെ ലെഡ്. ഇത് കറക്റ്റ് ആണല്ലോ? ഇത് ഇങ്ങനെയാണല്ലോ വരുന്നത്.
ലാസ്റ്റിലത്തെ ആക്ച്വലി വരുന്നത് ആൽഫ ഇമിഷൻ ആണ് വരുന്നത്. ഇതെന്താ ഇവരെന്താ ഇങ്ങനെ ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. ആദ്യത്തെ ആൽഫ, 2 ബീറ്റ, പിന്നെ 4 എണ്ണം വരുന്നത് ആൽഫ, അതായത് 1 2 3 4 ആൽഫ. പിന്നെ ഇതും ആൽഫയാ 1. പിന്നെ ഇത് മൂന്നും വരുന്നത് ആൽഫ ബീറ്റയുടെ ഒരു സെക്ഷൻ, ഒരു പാർട്ട്. പിന്നെ ആൽഫ ബീറ്റയാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ആൽഫ. ബിസ്മത്ത് കഴിഞ്ഞ് വരുന്നത് ബീറ്റ, പൊളോണിയം കഴിഞ്ഞിട്ട് വരുന്നത് ലാസ്റ്റിലത്തെ ആൽഫ ഇമിഷൻ. എന്നാ അതായിരിക്കും. ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഇത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പഠിക്കാൻ എളുപ്പമുണ്ടോ? അതിന് ഒരു ട്രിക്കൊന്നും ഇല്ലടാ. ഞാനിങ്ങനെ കുറെ നോക്കി, പക്ഷെ അത് ഞാനിങ്ങനെ എന്താ പറയാ നോക്കി ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയാ ഓർത്തിരിക്കാൻ വല്ല മെത്തേഡ് ഉണ്ടോ? പക്ഷെ എന്തോ കോഡ് ഇടാനോ? അതാ ഞാനും നോക്കിയിട്ടൊന്നും ഇത് പറ്റുന്നില്ല. ഇത് ഓർത്തിരിക്കും. ഇപ്പൊ യുറേനിയം ആണെങ്കിൽ ഓർത്തിരിക്കുക 14 സ്റ്റെപ്പ് ഉണ്ട്. അതിനകത്ത് ഏത് ആൽഫ ബീറ്റ എവിടൊക്കെയാ വരുന്നേന്നുള്ളത് നോക്കുക. ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കാൻ കുഴപ്പമില്ലല്ലോ. ഇത് ആൽഫ ബീറ്റ 4 ആൽഫ, പിന്നെ ആൽഫ ബീറ്റ, ലാസ്റ്റ് ആൽഫ. ഈ സ്റ്റാർട്ടിങ് പഠിക്കുക. അതായത് യുറേനിയം 238-92, ലാസ്റ്റ് വരുന്നത് ലെഡ് 206-82 സ്റ്റേബിളായി. പിന്നെ ഇടയ്ക്ക് ഉള്ളതാണ് പ്രശ്നം. അത് എന്താ ചെയ്യാ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് ഞാനിപ്പോ നെറ്റിനകത്ത് നോക്കിയിട്ട് ഈ എന്താ പറയാ Uncle Thomas packed ugly things rather roughly. Poor P boys bike poorly, P boys bike poorly. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് ഓർത്തിരിക്കാൻ പറ്റുമോ? എന്തോ? അതൊന്ന് നോക്ക. അതൊന്ന് ജസ്റ്റ് ഒന്ന് നെറ്റിൽ അടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഈസി മെത്തേഡ് ടു റിമെമ്പർ യുറേനിയം സീരീസ് എല്ലാം കൊടുത്തു. ഓക്കെ. ഞാൻ എന്തായാലും അത് ഇൻബോക്സിൽ അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തരാം. അത് ആ സെന്റൻസ് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യേ. ഓക്കെ. അടുത്തത് വരുന്നത് തോറിയം സീരീസ്. അപ്പൊ തോറിയം സീരീസും ഇതുപോലെ തന്നെ. അപ്പൊ അത് ഒരു കാര്യം വിട്ടുപോയി പറയാൻ. യുറേനിയം സീരീസിനെ പറയുന്നതാണ് 4n+2 സീരീസ് എന്ന് പറയും. 4n+2 സീരീസ് എന്ന് പറയും. യുറേനിയം സീരീസിന് 4n+2 സീരീസ്. അതായത് മാസ് നമ്പർ ഓഫ് എലമെന്റ്സ് വെൻ ഡിവൈഡഡ് വിത്ത് 4. അതായത് മാസ് നമ്പർ ഓഫ് ദി എലമെന്റ് 238നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ആയിരിക്കും റിമൈൻഡർ കിട്ടുക. അതുകൊണ്ട് യുറേനിയം സീരീസിനെ 4n+2 സീരീസ് എന്ന് പറയും. മാസ് നമ്പറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ നമുക്ക് 2 ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇത് 4n+2 സീരീസ് എന്ന് പറയും. പിന്നെ അടുത്ത് വരുന്ന തോറിയം സീരീസ്.
തോറിയം സീരീസിനെ നമ്മൾ പറയുന്നത് 4n സീരീസ് എന്നായിരിക്കും പറയുന്നത്. അതായത് ഇതിനെ മാസ് നമ്പർ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും. അതുകൊണ്ട് 4n മാത്രം. അപ്പൊ ഈ തോറിയം സീരീസ് ആണ് ഏറ്റവും ലോങ്സ്റ്റ് ഹാഫ് ലൈഫ് ഉള്ളത്. ഹാഫ് ലൈഫ് എന്താന്ന് അതുകൊണ്ട് അதையும் പഠിപ്പിക്കാം. ഇതിപ്പോ ഇത്രയും മനസ്സിലായോ? അപ്പൊ ഇവിടെയും തോറിയത്തിന്റെ സീരീസും സ്റ്റാർട്ട് ചെയ്യുന്ന തോറിയം 23090 ഫസ്റ്റ് ആൽഫ എമിഷൻ സെയിം തന്നെ 22888 ബീറ്റ ബീറ്റ. പിന്നെ എത്ര ആൽഫ ഉണ്ട്? 1 2 3 4 ആൽഫ, അല്ല 3 ആൽഫ, ആൽഫ ബീറ്റ ബീറ്റ ആൽഫ. ഇത് ചെറിയ കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ തോറിയം സീരീസ്. അപ്പൊ ഇതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓരോ സീരീസും ഏതൊക്കെ സീരീസ് ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് എത്ര സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് നോക്കുക. പിന്നെ ആദ്യം തുടങ്ങുന്നത് ആൽഫ ബീറ്റ ആണോ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി നോക്കണം കേട്ടോ. അപ്പൊ എന്നിട്ട് അപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓരോ സീരീസ് എങ്ങനെയാ ചെയ്യേണ്ടത്. ആക്ടിനിയം സീരീസും നെപ്റ്റ്യൂൺ സീരീസും അങ്ങനെ തന്നെയാണ്. നോട്ടായിട്ട് എഴുതുന്ന സമയത്ത് നേരത്തെ ഇൻറ്റിഗ്രേഷൻ സീരീസിന്റെ ഫോർവേഡ് വരെ കൊടുത്തിട്ട് ബാക്കി യുറേനിയത്തിലേക്ക് ഫോർ ഇൻഡസ്ട്രി അങ്ങനെ ചെയ്തിട്ടാണ്. ഇപ്പൊ നിങ്ങളോട് ഇതിന് ക്വസ്റ്റ്യൻ ചിലപ്പോ സീരീസ് മാത്രം എഴുതാൻ വേണമെങ്കിൽ പറയും. ചിലപ്പോ റൈറ്റ് ദ യുറേനിയം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം എഴുതണം. ഈ ഫുൾ സീരീസ് ഇതാണ് യുറേനിയം സീരീസ്. ഇതിനകത്ത് പ്രത്യേകിച്ച് എഴുതാനായിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ആദ്യം ഒരു ഡെഫിനേഷൻ കൊടുക്കുക. ഡിസിന്റഗ്രേഷൻ സീരീസ് എന്താ, ഇത് ഇത്രയും കൊടുക്കുക. ഇത് ഇത്രയും അതിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ട് ഈ തോറിയം സീരീസ് എന്ന് പറയുന്നത് 4n+2 സീരീസ് ആണെന്നും പറഞ്ഞിട്ട് എഴുതിയിട്ട് പിന്നെ അതിന്റെ സീരീസ് എഴുതിയാൽ മതി. അങ്ങനെയാണ് നമുക്ക് 4 സീരീസ് ഉണ്ട്. ഈ 4 പഠിക്കണം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ. പിന്നെ റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. 2 ആപ്ലിക്കേഷൻസ്, ഏജ് ഓഫ് റോക്സ് ആൻഡ് ഫോസിൽസും പിന്നെ അറ്റ്മോസ്ഫിയറിലെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ളതും. എന്തോ എനിക്ക് മനസ്സിലായില്ല. യുറേനിയത്തിനകത്ത് അത് ഏത് ആൽഫ എമിഷൻ ആണെങ്കിൽ എക്ക് ചേഞ്ച് ഇല്ല. ഇസഡിന് Z+1 വരും. അതെ അതെ, അതിന് ഓരോന്നിനും ആൽഫ വ്യത്യാസമൊന്നുമില്ല. ആൽഫ എന്ന് വെച്ചാൽ എല്ലാത്തിനും സെയിം ഇത് തന്നെ വരും. ഇപ്പൊ ഗാമ എമിഷൻ ആണെങ്കിൽ രണ്ടിനും ചേഞ്ച് വരത്തില്ല. ഇത് രണ്ടും സെയിം ആയിട്ട് തന്നെ എടുക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഗാമ യൂസ് ചെയ്യണം. നമ്മളിവിടെ ആൽഫയും ബീറ്റയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത് ഇത്രയും മനസ്സിലായോ? ഡിസിന്റഗ്രേഷൻ സീരീസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അത് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഓരോ എലമെന്റ്സിന് ഐസോടോപ്സ് പ്രസന്റ് ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെ.
ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇത് ഇത്രയും മനസ്സിലായോ? ഈ ഡിസിൻ്റെ ഈ സീരീസ് പറയണമെന്നൊരു ഇതുണ്ടായിരുന്നത്. കാരണം ഇത് ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് സംഭവം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് പോകാം. അടുത്തതാണ് ഇത് കൈനറ്റിക്സ് ഓഫ് എന്തോ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഉണ്ടോന്നോ? ഉണ്ട്. എന്താ പറ്റി? ഇത് ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടല്ലോ അല്ലേ? സൈഡ് കൂടെ എഴുതി പൊക്കോണം. ഓക്കെ ഓക്കെ. അല്ല മറ്റേ ഓരോ കോഡൊക്കെ പറയുന്നതേ എഴുതിക്കോണമെന്ന്. അടുത്തത് വരുന്നത് അടുത്ത ഇമ്പോർട്ടൻസ് സെക്ഷൻ ഇത് റേറ്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ, അതായത് DK കൈനറ്റിക്സ്. അപ്പൊ ഇത് നമുക്ക് ആരാ തന്നത്? റുദർഫോർഡ് ആൻഡ് സോഡി എന്ന് പറയുന്ന രണ്ടുപേരാണ് നമുക്ക് തന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ് ലോ ദ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് സ്പീഷീസ് is proportional to the total number of atoms of that species present at that time. എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, അതായത് ഇപ്പൊ ഒരു കണ്ടെയ്നറിനകത്ത് ഇങ്ങനെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഓരോ എമിഷനും ഓരോ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് ചിലപ്പോൾ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ കാണത്തുള്ളായിരിക്കും. അതെ. അപ്പൊ ആ ഒരു റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ അത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, അങ്ങനെ പോകുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് നമ്പർ ഓഫ് ദ പാർട്ടിക്കിൾസ് പ്രസന്റ് അറ്റ് ദാറ്റ്. അതായത് ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഡിസിൻറ്റഗ്രേഷൻ നോക്കി അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ എത്ര എണ്ണം ഉണ്ടോ ആ സെയിം പാർട്ടിക്കിൾസ് ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്നുവെച്ചാൽ എന്താ പറയാ, അതായത് ഇതിപ്പോ ഡിസിൻറ്റഗ്രേറ്റ് ഇതിപ്പോ ഒരു ടൈം ടി എന്ന് പറയുന്ന സമയം കഴിഞ്ഞ്, അതായത് ഇതിപ്പോ ഒരു ഇനീഷ്യൽ ടൈം 0-യിലായിരിക്കും ഇതിങ്ങനെ ഇത്രയും പാർട്ടിക്കിൾസ് കിടക്കുന്നത്. അപ്പൊ ആഫ്റ്റർ സം ടൈം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈം കഴിയുമ്പോൾ എനിക്കിപ്പോ ഇതിനകത്ത് കുറച്ച് പാർട്ടിക്കിളെ കാണത്തുള്ളൂ. അപ്പോ ആ പാർട്ടിക്കിൾ വെച്ച് ഡിപ്പെൻഡ് ചെയ്യും എന്റെ ഡിസിൻറ്റഗ്രേഷൻ സീരീസ്, അതായത് അതിന്റെ റേറ്റ്. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയപ്പോ ലാസ്റ്റ് എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണേ, മീൻസ് ആ ലൈൻ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ ഇതിലേക്ക് പോവാം, എന്താ ഡെറിവേഷനിലേക്ക് പോവാം. അതായത് DK ലോ എന്ന് നമ്മൾ പറയും. DK ലോ എന്ന് പറയുന്നത് dN/dt, അതായത് ആദ്യം പറയാം. Suppose at a given time t, there are n atoms present in a particular radioactive element. Dn be the number of atoms disintegrating in extremely small interval dt. അപ്പോൾ the rate of disintegration എന്ന് പറയുന്നത് dN/dt എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്കൊരു പെർട്ടിക്കുലർ ആറ്റത്തിനകത്ത് ഒരു പെർട്ടിക്കുലർ എലമെന്റിൽ റേഡിയോ ആക്റ്റീവ് എലമെന്റ് എടുക്കാം, അതിനകത്ത് n ആറ്റംസ് ഉണ്ട്. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന മീൻസ് എത്ര ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് DN എന്ന് പറയാം. DN ആയിട്ട് ഞാൻ എടുത്തു. അപ്പൊ അതിന്റെ ടൈം ഡിവൈഡഡ് ബൈ എത്ര പെർട്ടിക്കുലർ ടൈം പീരിയഡിൽ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് DT.
അപ്പോൾ ദ ഹോൾ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് dN/dt. ഞാൻ അതാണ് എഴുതിയത്. dN/dt ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇതെങ്ങനെ വന്നേന്ന് ഞാൻ പറയാം. dN/dt ഇസ്, നമ്മൾ ആ ഇക്വേഷനകത്ത് പറഞ്ഞ പോലെ, മീൻസ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞില്ലേ, റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ, അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞത്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ്, ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ഇക്വേഷൻ ആണ് ഇത്. അതായത് റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷനെ നമ്മൾ പറയുന്നതാണ് dN/dt നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ആക്ച്വലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഇറ്റ്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര ആറ്റംസ് പ്രസന്റ്, അതിനെ നമ്മൾ n എന്ന് ഞാൻ പറഞ്ഞു വിളിച്ചു. ഈ സ്റ്റേറ്റ്മെന്റ്, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ഇത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ട്, അതിനെ ഞാൻ മാറ്റുന്നതാണ് ഇസ് ഈക്വൽ ടു ലാംഡ n എന്നിടും. ഓക്കെ, അത് n എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ്. ലാംഡ ലാംഡ എന്ന് പറയുന്നത് എന്താ, ഡീകെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പൊ ഈ നെഗറ്റീവ് സൈൻ എന്താ, നമുക്ക് നെഗറ്റീവ് സൈൻ ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ ഇടാം, ഇവിടെ ഇടാം. രണ്ടിടത്തും ഇടരുത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഇടാം. നെഗറ്റീവ് സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാ, കാരണം നമ്പർ ഓഫ് ആറ്റംസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡിസിൻറ്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താ, എനിക്ക് ആദ്യത്തെ ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ എലമെന്റ് ആറ്റത്തിനകത്ത് എനിക്ക് 10 ആറ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയപ്പോൾ എനിക്ക് ചിലപ്പോൾ 5 എണ്ണേ ഉണ്ടായിരുന്നായിരിക്കുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എന്താ, കുറയുവല്ലേ ചെയ്യുന്നേ. അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇടുന്നത്. അപ്പൊ അത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ. ഇത് എഴുതിക്കോ, ഇത് സ്റ്റാർട്ടിങ് എഴുത്, അതായത് ഹെഡിങ് എഴുതിയിട്ട് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുത്. ഇതില്ലെങ്കിൽ ഇതെങ്ങനെ വന്നു എന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. dN/dt is directly proportional to n. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ട് is equal to ലാംഡ n എന്ന് കിട്ടും. അതായത് ഇവിടെ മൈനസ് ഇട്ടുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും മൈനസ് ഇട്ടാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നിനെ, അതായത് ഇവിടെ കൊടുക്കുന്ന എന്നിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഈ dt കിടക്കുന്ന സ്ഥലത്തില്ലേ, അവിടേക്ക് ഞാൻ കൊണ്ടുവരും. അപ്പൊ എനിക്ക് എന്താ ഡിനോമിനേറ്ററിൽ വരുമ്പോ എന്ത് കിട്ടും, dN/n. നമ്മൾ ഈ നെഗറ്റീവ് സൈനെ ഇവർ ഇപ്പുറത്തേക്ക് എടുത്തു. മനസ്സിലായോ. അതായത് ഇപ്പൊ ഇവിടെ അശ്വിൻ ഇപ്പൊ ഇത് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് എഴുതിയോ, dN/dt ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു n എഴുതിയോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എഴുത് dN/dt is equal to മൈനസ് ലാംഡ എന്ന് എഴുതുക. ഇവിടെ മൈനസ് എഴുതുക, ഈ മൈനസ് എഴുതണ്ട, ഈ മൈനസ് എഴുതണ്ട, അത് വിട്ട് ഇവിടെ മൈനസ് ലാംഡ എന്ന് എഴുതുക. മനസ്സിലായോ. ഇനിയിപ്പോ നമ്മള് ഈ എന്നിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. അതായത് ഇവിടെ ഈ dt എഴുതിയേക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എന്നിനെ കൊണ്ടുവരിക, റീഅറേഞ്ച് ചെയ്യുക. dN/n is equal to, അപ്പൊ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടി, മൈനസ് ലാംഡ ഇൻറ്റു dt എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഈ ഇക്വേഷന് ഇതാണ് ഇന്റഗ്രേഷന്റെ സൈൻ, ഇന്റഗ്രേറ്റ് ചെയ്യുക. Integrating from n0 to n.
അതായത് n0 എന്ന് പറയുന്നത് ഇനീഷ്യൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അത് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് എവിടം വരെയായി? n വരെ. എനിക്കിപ്പോൾ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇവിടെയും ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം ടൈം t is equal to 0 to t. t is equal to 0 to t എന്ന് പറയുന്നതിലേക്ക് ഞാൻ ഇതിനെ എൻ്റെ RHSനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. LHS എനിക്ക് ഇവിടെ എന്തോ കിടക്കുന്നത്? n നമ്പർ ഓഫ് ആറ്റംസാ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ച് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ എൻ്റെ LHS. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വിത്ത് റെസ്പെക്ട് ഇവിടെ എന്താ കിടക്കുന്നത്? dt ആ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആ. അപ്പൊ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടൈം t is equal to 0 to t എന്ന് പറയുന്ന ടൈം വരെ. n0 n നോട്ട് ഇനീഷ്യൽ ഇത്. അപ്പൊ അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് നാച്ചുറൽ ln is equal to lambda t plus c. മൈനസ് ഇവിടെ ഉണ്ട്, നമുക്ക് എഴുതിയോണ്ട് ഇപ്പൊ കാണത്തില്ല. ഇവിടെ മൈനസ് ഉണ്ട്. ആ മൈനസ് ഇപ്പുറത്തോട്ട് മൈനസ് ln is equal to lambda t plus c ആക്കി. അതായത് ഇപ്പോ ഞാൻ ഇതിനകത്ത് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇതിനകത്ത് എഴുതാൻ പറ്റുന്നില്ല. സ്ക്രീൻ കാണുന്നുണ്ടോന്ന് പറയണേ. വൈറ്റ് ബോർഡ് കാണുന്നുണ്ട്. ഇപ്പൊ വൈറ്റ് ബോർഡ് കാണുന്നില്ല. അതാ ഞാൻ ചോദിച്ചേ, ഫോണിനകത്ത് കാണുന്നില്ലേ? ഓക്കെ ഞാനത് എഴുതി. ഓ അതൊരു സംശയ. അത് അശ്വൻ എഴുതിയെടുത്തു, ഞാൻ ആ സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, ഇപ്പൊ നമ്മള് ലാസ്റ്റ് നിർത്തിയേക്കുന്ന ഇവിടെ ഇന്റഗ്രേഷൻ അല്ലേ? ഇന്റഗ്രേഷൻ നമ്മൾ എഴുതിയ dn/n is equal to integral lambda dt. അപ്പൊ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിത് എന്തായിട്ട് വരും? ln n/n0. കാണുന്നുണ്ടോ അശ്വന്? അശ്വൻ ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ചതാണോ? ഓക്കെ. അപ്പൊ ഞാൻ n0 to n വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ln n/n0 എന്ന് വരുമല്ലോ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ കിട്ടുന്നതാ. ഇത് ചോദിച്ചാ ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് അവര് ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തേക്കുന്ന. അപ്പൊ ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നത്. ഇത് ഏതെങ്കിലും ടെക്സ്റ്റിനകത്തോ ഇതോ ഏതെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷെ ഏത് എളുപ്പമെന്ന് വെച്ചാൽ സെയിം സാധനം തന്നെയാണ്. ഇസ് ഈക്വൽ ടു ഈ ലാംഡ ഡിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ എനിക്ക് എന്താ കിട്ടാ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ എന്താ കിട്ടുന്നേ? മൈനസ് ലാംഡ ടി എന്ന് കിട്ടും ആണല്ലോ. ഞാൻ ഇനി ഈ ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുക. ഞാൻ ഇപ്പൊ നമുക്ക് ഈ ln നമ്മൾ അടുത്ത ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അത് എപ്പോഴും ഈ റേസ് ടു ദ പവർ എന്നുള്ള ഫോമിലേക്ക് വരും. അത് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയുണ്ട്, മാത്സിനകത്ത് അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ ഈ ln ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോ എനിക്ക് ഇവിടെ എന്തുള്ളൂ? n/n0 മാത്രമേ ഉള്ളൂ.
n ഓക്കെ ബൈ n സീറോ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇ ടു ദ പവർ, ഇത് എനിക്ക് പവറിലേക്ക് വരും, ഇ ടു ദ പവർ മൈനസ് ലാംഡ ടി എന്ന് വരും. എല്ലാം ലോഗ് എല്ലാം ലോഗ് അല്ലേ? ലോഗ്, അത് രണ്ടും ആക്ച്വലി വ്യത്യാസമുണ്ട്. ലോഗ് എന്ന് പറയുമ്പോൾ ബേസ് 10 ആയിരിക്കും, അങ്ങനെ ചെറിയൊരു വ്യത്യാസമുണ്ട്. സെയിം സാധനം തന്നെയാ, പക്ഷെ നമ്മള് നോർമലി നമ്മൾ എൽ എന്നാണ് എഴുതുന്നത്. ഓക്കെ അത് രണ്ടും വ്യത്യാസമുണ്ട്. ലോഗരിതം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ റേസ് ടു ദ ബേസ് നമ്മൾ വിത്ത് 10 വെച്ചെടുക്കുമ്പോൾ നമ്മൾ ലോഗ് യൂസ് ചെയ്യും. മറ്റേ എൽ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം എന്ന് പറയും, അത് വേറെ. അപ്പൊ ലോഗ് എന്ന് എഴുതി വെക്കല്ലേ. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായോ? n ബൈ n സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇ റേസ് ടു മൈനസ് ലാംഡ ടി. ഇ എങ്ങനെ വന്നത്? കാരണം ആ എല്ലാം ഇപ്പുറത്ത് എടുത്തപ്പോ ഓക്കെ, അതത്രയും മനസ്സിലായില്ലേ? ഓക്കെ, എക്സ്പോണൻഷ്യൽ ആയിരിക്കുന്നു. ആ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ, ഞാൻ ഇനി n സീറോനെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n ഇസ് ഈക്വൽ ടു n സീറോ ഇ റേസ് ടു മൈനസ് ലാംഡ ടി. ഇത് ടെക്സ്റ്റിനകത്ത് ആ ഇക്വേഷൻ ഉണ്ടോ നോക്കിക്കേ. ആ ഇക്വേഷൻ 4 എന്ന് എഴുതിയിട്ടില്ലേ? ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. n ഇസ് ഈക്വൽ ടു n സീറോ ഇ റേസ് ടു മൈനസ് ലാംഡ ടി. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇനിയിപ്പോ ഇതിനെ ഞാൻ ലോഗറിതമിക് ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് രണ്ട് സൈഡിലും ഞാൻ ലോഗ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ഈ ഇക്വേഷൻ ഇല്ല, ഈ n ബൈ n സീറോ എന്നുള്ള ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷന് ഞാൻ രണ്ട് സൈഡിലും ലോഗ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ലോഗ് ഞാൻ ഇത് മായ്ച്ചോട്ടെ. ഓക്കെ, ഇപ്പൊ ഞാൻ എടുക്കാണ് ലോഗ് n ബൈ n സീറോ ഇസ് ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു മൈനസ് ലാംഡ ടി എന്ന് ചെയ്യുമ്പോൾ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ മാത്രം പഠിക്കുക. ലാംഡ ഇസ് ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് n സീറോ ബൈ n. അതെ, അതായത് ആ നെഗറ്റീവ് സൈന് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് ഇത് ഈ n ബൈ n സീറോ എന്നുള്ളത് n സീറോ ബൈ n ആവും. ആ ടെക്സ്റ്റിനകത്ത് ലാസ്റ്റ് ഇക്വേഷൻ കൊടുത്തിട്ടില്ലേ, ആ ഇക്വേഷൻ ആണിത്. നമ്മൾ ലോഗിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനും ഇത് വരാം. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് n ഇസ് ഈക്വൽ ടു n സീറോ ഇ റേസ് ടു മൈനസ് ലാംഡ ടി, ആ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ആ ഇക്വേഷനെ നമ്മൾ ലോഗിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ, അതായത് ഡി കെ കോൺസ്റ്റന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാം. എന്താ ലാംഡയോ? ആ, ഡെറിവേഷന്റെ ഹെഡിങ് ആണോ ചോദിച്ചത്? അത് ഇത് തന്നെ, റേറ്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിന്റഗ്രേഷൻ. ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. മനസ്സിലായോ? ഓക്കെ, സോ ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ ലാപ്പില്? ഓക്കെ, എന്തോ
കാണാവോ? അത് പിൻ ചെയ്തേക്കുവാണോ ഏതാ? ആ ലാപ്പില്? അല്ലല്ലോ, ലാപ്പ് മൂവ് ആവുന്ന കാണുന്നില്ല. ഇല്ല, എനിക്ക് ലാപ്പ് കാണുന്നില്ല. ഒരു സെക്കൻഡ്. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ശരിക്കും ലാപ്പ് കാണുന്നില്ല. ആ ഇപ്പൊ കാണാം. ഇപ്പോഴോ? കാണാം, ഇപ്പൊ കാണാം. ഓക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ഏതാ? n is equal to n0 e raised to lambda t. നമ്മൾ അതിനെ ലോഗിന്റെ ടേംസിലേക്ക് ആക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഡെറിവേഷൻ മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോ അതിന്റെ ഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. ഗ്രാഫും പഠിച്ചു വെക്കാം. അതായത് ഗ്രാഫിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഗ്രാഫ്, ഈ ഫസ്റ്റ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇനീഷ്യലി ഉള്ള പാർട്ടിക്കിൾസ് ആണ് n0. ഇവിടെ n0 ആ കൊടുത്തേക്കുന്നത് കേട്ടോ. n0 അറ്റ് ടൈം t is equal to 0. അതായത് എക്സ് ആക്സിസിൽ ടൈം ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ y ആക്സിസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ ഇവിടെ ഇതെന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു പോയിന്റ് ഇതെന്ന് പറയുന്നത് n0, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ടൈം t is equal to 0. അപ്പൊ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുവാന്നല്ലേ പറഞ്ഞത്. അതായത് അത് കുറഞ്ഞ് ഇങ്ങനെ താഴേക്ക് പോവാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ അതിപ്പോ ഒരു ഹാഫ്, ഇപ്പൊ എന്താ, ഇനീഷ്യലി അത് n0 പാർട്ടിക്കിൾസ് ആണ് ഉള്ളതെങ്കിൽ അറ്റ് ടൈം t is equal to 0 അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അത് ഹാഫ്, അതായത് അത് ഹാഫ് ഓഫ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആകുമ്പോൾ, അതായത് ഇനീഷ്യൽ അമൗണ്ടിൽ നിന്ന് ഹാഫ് നമ്പർ ആകുമ്പോൾ അതിനെ നമ്മൾ n0/2 എന്ന് നമ്മൾ പറയും. എന്തോ? അതായത് ഇനീഷ്യലി എനിക്ക് 10 എണ്ണം ഉണ്ടായിരുന്നു. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു, അതായത് കുറഞ്ഞിട്ട്. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഇപ്പൊ എന്താന്ന് മനസ്സിലായില്ലേ? അത് കുറഞ്ഞ് അത് പകുതിയായി. ആ ഇനീഷ്യൽ അമൗണ്ടിന്റെ പകുതിയായി. അപ്പൊ n0/2 ആയി. അതായത് എനിക്കിപ്പോ 10 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ ലാസ്റ്റ് എത്ര ഉണ്ട്? 5 എണ്ണം. അപ്പൊ അതും സ്പെസിഫിക് ടൈം ഉണ്ട്. ടൈം എന്ന് പറയുമ്പോ എന്താ? അറ്റ് ടൈം t/2 വരും. അതായത് t ഹാഫ് എന്ന് നമ്മൾ പറയും. അതിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. t ഹാഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് നമ്പർ. അതായത് ഇത് എനിക്ക് n0/2 ആവുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം, അറ്റ് ടൈം t എനിക്ക് n0 ഉണ്ട്. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹാഫ് ലൈഫ് ആവും. അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത്? t is equal to ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ t is equal to എനിക്ക് എന്തായി? അപ്പൊ അറ്റ് ക്യാപിറ്റൽ അറ്റ് t ഹാഫില് എനിക്ക് n0/2 പാർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് ഇത്. അതായത് ഇത് ഇത്രയും n0 പാർട്ടിക്കിൾസ്, ഇത് ഇത്രയും ഇത്രയും, ഇതിന്റെ ഈ പാർട്ടിക്കിൾസിന്റെ പകുതിയായി. ഇത്രയത്തിന്റെ പകുതിയാണ് ഈ n0/2 എന്ന് പറയുന്നത്. ഇത്രയായി എനിക്ക് പാർട്ടിക്കിൾസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത്. അപ്പൊ അതിന്റെ ടൈം നമ്മൾ ഗ്രാഫ് വെച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ വരുന്നു t ഹാഫ് ആയി. ഇനി ഇതിന്റെ പകുതി, ഇത്രയത്തിന്റെ പകുതി എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടും? n0/4 വരും. അത് മനസ്സിലായോ? വേറെ എലിമെന്റ് വരുമെന്നല്ല, ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന്റെ എലമെന്റ്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന കാര്യം പറഞ്ഞതാ. അതായത് നമ്പേഴ്സ് കുറയുന്ന കാര്യം പറയുന്നതാ. അപ്പൊ എനിക്കിത് ഇവിടെ n0/2
n0/2 ആയി. ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? n0/4. അതിവിടെ. അപ്പൊ ഇത് ഞാൻ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എത്ര വരുന്ന ടൈം? 2 times t½ വരും. അതായത് ഇത് ഇത്രയും t½ പിന്നെയും ഒരു t½ ആയി. അപ്പൊ t½ പ്ലസ് t½ എത്ര? 2 times ആയില്ലേ? 2 പ്രാവശ്യം ആയില്ലേ? അപ്പൊ 2 t½ ഇനി ഇതിന്റെയും ഇപ്പൊ ഞാൻ പകുതി എടുക്കുവാണെങ്കിൽ എത്ര കിട്ടും? n0/8 വരും. അപ്പൊ അത് ഞാനിപ്പോ സപ്പോസ് ഗ്രാഫിൽ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇവിടെ ചിലപ്പോൾ വരും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും ഇവിടെ? 3 times t½ എന്ന് വരും. മനസ്സിലായോ? അതാണ് ഈ ഗ്രാഫിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വിത്ത് ഗ്രാഫും കൂടെ വരയ്ക്കണം. ഇതിപ്പോ അതിന്റെ ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാല് ഡെറിവേഷൻ പ്ലസ് ഇതിന്റെ ഗ്രാഫും കൂടെ വരയ്ക്കുക. ഓക്കെ, അടുത്തതാണ് വരുന്നത് ഹാഫ് ലൈഫ് പീരീഡ്. ഇതിനെ തന്നെയാണ് ഈ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. ഹാഫ് ലൈഫ് പീരീഡ് t½ ഇക്വേഷൻ ആണിത്. It is defined as the time required for the decay of given amount of radioactive element to exactly half of its original value. അതായത് അതിന്റെ പകുതി ആകുന്നത് വരെയുള്ള അതിന്റെ ടൈം പീരീഡ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. t½ is equal to 0.693/λ. അതെങ്ങനെയാ വന്നത്? ഈ നമ്മൾ ആദ്യമേ എടുത്ത ഡിറൈവ് വിത്ത് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ലോഗരിതത്തിന്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു. ഓക്കെ, നമുക്കപ്പോ ടി ആ വേണ്ടേ. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? ഈ ടീനെ നമ്മൾ ഇവിടോട്ട് കൊണ്ടുവന്നു, റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. അപ്പൊ t is equal to 2.303/λ log n0/n. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കണ്ടേ. അതായത് ഇത് എക്സാക്ട് ഇതിന്റെ ഹാഫ് ആകുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടീനെ നമ്മൾ t½ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിനെ നമ്മൾ n0/2, അതായത് നമ്മളുടെ ഈ പാർട്ടിക്കിൾസിനെ n എന്ന് പറയുമ്പോൾ അത് എത്രയായി മാറി? ഒറിജിനലിന്റെ പകുതി ആയില്ലേ? n0/2. അതാണ് ഈ ഇക്വേഷൻ ഇതിനകത്ത് നമ്മൾ എഴുതിയേക്കുന്നത്. മനസ്സിലായോ? ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് നമ്മൾ ഇനിയിപ്പോ റീഅറേഞ്ച് ചെയ്ത് എന്തോ മനസ്സിലായില്ല. അതായത് നമുക്ക് ഹാഫ് ലൈഫ് പീരീഡ്, അതായത് ഇപ്പോ നോക്ക്, എനിക്ക് ഇനീഷ്യലി എന്ന് പറയുന്നതാണ് n0. മനസ്സിലായോ? അത് ഡിസിൻറ്റിഗ്രേറ്റ്, ഞാൻ ആദ്യമല്ലേ n0 എന്ന് പറയുമ്പോഴത്തേക്കും ഇനീഷ്യലി എനിക്ക് ഉണ്ടായിരുന്ന അത്രയും ആറ്റംസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് എന്തായി? n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയി. അപ്പൊ എനിക്ക് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോ നോക്കുന്നത് എന്താ? എക്സാക്ട് അതിന്റെ ഹാഫ്, അതായത് ടൈം റിക്വയർഡ് ഫോർ ദ ഡീകേ ഓഫ് ദ ഗിവൺ അമൗണ്ട് ടു എക്സാക്ട്ലി ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ. അതായത് എനിക്ക് ഉള്ള ഒറിജിനൽ, ഇപ്പൊ എനിക്ക് ഒറിജിനൽ അമൗണ്ട് എന്റെ ഏതാ? n0 ആണ് എന്റെ ഒറിജിനൽ അമൗണ്ട്. അപ്പൊ ഇതിന്റെ പകുതി ആകുന്നത് വരെയുള്ള ടൈം, അതാണ് t½ എന്ന് പറയുന്നത്. അതായത് എനിക്കിപ്പോ 10 പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ 10 പാർട്ടിക്കിൾസിന്റെ പകുതി എന്ന് പറയുന്നത് എത്ര? 5 പാർട്ടിക്കിൾസ് ആകുമ്പോഴാണ്.
അപ്പൊ എനിക്ക് ഈ 5 പാർട്ടിക്കിൾസ് ആകുന്ന വരെ ഒരു സമയം എടുക്കൂല. 10 എന്ന് പറയുന്നത് 10 ന്ന് 5ലേക്ക് പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും. ആ സമയമാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാസ്റ്റിൽ എനിക്കിപ്പോ എത്ര ഉണ്ട്, എന്റെ കയ്യിലുള്ള പാർട്ടിക്കിൾസ് എത്ര, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അത് n0/2 ഒറിജിനലിന്റെ പകുതി ആവുന്നല്ലോ. അപ്പൊ അതിനെ നമ്മൾ n0/2 എന്ന് പറയും. അപ്പൊ ഞാൻ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് n0/n0/2. അപ്പൊ ഈ n0യും n0യും കൂടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, ലാസ്റ്റ് ഉള്ളത് log 2 എന്ന് പറഞ്ഞു വരും. ഇതിനെ പിന്നെ log 2ന്റെ വാല്യൂ ഇട്ട് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഫൈൻ കിട്ടുന്നതാണ് 0.693/λ. ഇതാണ് നമ്മുടെ ടി ഹാഫിന്റെ ഇക്വേഷൻ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മനസ്സിലായോ? ഈ രണ്ട് ഡെറിവേഷൻ മനസ്സിലായോ, എങ്ങനെ വന്നത് എന്നുള്ളത്? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ കുറച്ചും കൂടെ ഉണ്ട്.